ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസത്തിലെ പുതിയ ഒരു ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുവാൻ പോകുന്നു. പുതിയ ഒരു ആഴ്ച എന്നത് വെറും 7 ദിവസങ്ങളുടെ ഒരു തുടക്കമല്ല, പുതിയ പ്രതീക്ഷകളുടെയും പുതിയ അവസരങ്ങളുടെയും പുതിയ തീരുമാനങ്ങളുടെയും ഒരു തുടക്കമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ആത്മവിശ്വാസവും പരിശ്രമവും പ്രാർത്ഥനയും നല്ല തീരുമാനങ്ങളുമാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ അടിത്തറയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള നല്ല സമയങ്ങളിൽ കൂടുതൽ വിനയത്തോടെയും വെല്ലുവിളികൾ നേരിടുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം വളരെയധികം സുരഭിലമായി മാറുന്നതാണ്. അതുപോലെ ഈയൊരു ആഴ്ച ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കും. അതുപോലെ ചില നക്ഷത്ര ജാതകർക്ക് നിങ്ങൾ വളരെ നാളായി കാത്തിരുന്ന വാർത്തകൾ ലഭിക്കും. ചിലരുടെ ജീവിതത്തിൽ സാമ്പത്തികമായി വളരെയധികം ഉന്നമനമുണ്ടാകും. തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം, ആരോഗ്യം, ദാമ്പത്യ ജീവിതം തുടങ്ങിയ മേഖലകളിൽ വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ്. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലാണ് ഈ ഒരു ആഴ്ച ഭാഗ്യം വന്നു നിറയുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നിവ ഉൾപ്പെടുന്ന മേടരാശിക്കാരായ നിങ്ങൾക്ക് കാര്യവിജയം, വിദ്യാഭ്യാസപരവും തൊഴിൽപരമായും വലിയ നേട്ടങ്ങൾ വന്നു ചേരും. അതുപോലെ വരവിനൊപ്പം ചെലവും വർദ്ധിക്കുന്ന ഒരു വാരമാണ്. സന്താനങ്ങൾക്ക് വളരെയധികം അനുഭവ ഗുണമുണ്ടാകും. ആരോഗ്യപരമായി കഫജന്യ രോഗങ്ങൾ പിടിപെടാൻ ഇടയുള്ള വാരമാണ്. ദീർഘയാത്രകൾ വേണ്ടിവരും. അതുപോലെ മാനസികമായ പിരിമുറുക്കം വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകും. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം പ്രതീക്ഷിക്കാം. അതുപോലെ ജീവിത പങ്കാളിക്ക് രോഗദുരിതങ്ങളിൽ നിന്നും ശാന്തി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മാതാവിനോ മാതൃതുല്യരായ ആളുകൾക്കോ രോഗങ്ങളിൽ നിന്നും മോചനമുണ്ടാകും. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്കുള്ള സാധ്യതയുള്ള വാരമാണ്. ജോലിയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതാണ്. ദോഷപരിഹാരത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തി പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ഭവനത്തിൽ നിത്യേന ദേവി മാഹാത്മ്യ പാരായണം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി എന്നിവ ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൂടുന്നതാണ്. ഇടയ്ക്കിടെ ശാരീരിക പ്രശ്നങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ നിന്നും മികച്ച നേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ മാറ്റങ്ങളും ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. അതുപോലെ ഗൃഹത്തിൽ ശാന്തത കൈവരും. ബന്ധുഗൃഹ സന്ദർശനമുണ്ടാകും. അതുപോലെ ബന്ധുക്കളുമായി കൂടുതൽ അടുത്തിടപഴകുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ചും പുതിയ പദ്ധതികളിൽ ഈയൊരു ആഴ്ച പണം മുടക്കേണ്ടി വരും. മേലധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിച്ചു കിട്ടുന്നതാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ ആരോഗ്യപരമായി നിങ്ങൾക്ക് ഉദര സംബന്ധമായ അസുഖങ്ങൾ പിടിപെടുവാൻ സാധ്യതയുള്ള സമയമാണ്. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ കൈവശം വന്നു ചേരും. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ നെയ്വിളക്ക് കൊളുത്തുന്നതും തുളസിമാല ചാർത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നിവ ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച രോഗാദി ദുരിതങ്ങളെല്ലാം ശമിക്കുമെങ്കിലും ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഗൃഹത്തിലെ സംഘർഷ അവസ്ഥകളെല്ലാം മാറും. ഏറ്റെടുത്ത കാര്യങ്ങളിൽ വളരെയധികം വിജയമുണ്ടാകും. അതുപോലെ ജീവിത പങ്കാളിക്ക് രോഗങ്ങളോ അരിഷ്ടതകളോ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. വിദ്യാഭ്യാസപരമായി നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ വിജയം നേടുവാൻ കഴിയുന്നതാണ്.
പ്രത്യേകിച്ചും ഈയൊരു സമയം പ്രധാന തൊഴിൽ മേഖലയിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് ധനവരുമാനം പ്രതീക്ഷിക്കാം. അതായത് ലോട്ടറി, ചിട്ടി പോലുള്ള അപ്രതീക്ഷിത ധന നേട്ടമുണ്ടാകും. വാഹനം മാറ്റി വാങ്ങുന്നത് പരിഗണനയിൽ ആകുന്നതാണ്. നിങ്ങൾക്ക് പരിക്കോ രോഗങ്ങളോ മൂലം ജോലിയിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകൾക്ക് ഈയൊരു ആഴ്ചയിൽ തിരികെ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് അലർജി പോലുള്ള രോഗങ്ങൾ പിടിപെടുവാൻ സാധ്യതയുണ്ട്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തുക. അതുപോലെ നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നിവ ഉൾപ്പെടുന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാകാം. അതുപോലെ അനുകൂലമായിരുന്ന ബന്ധങ്ങൾ പിന്നോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. അനാരോഗ്യത്താൽ നിങ്ങളുടെ മുൻ തീരുമാനങ്ങളെല്ലാം തന്നെ ഈയൊരു ആഴ്ച മാറ്റിവെക്കേണ്ടി വരും. വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാനുള്ള തീരുമാനവും മാറ്റിവെക്കേണ്ടി വരുന്നതാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ബന്ധുജന സഹായത്താൽ സാമ്പത്തികമായ പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ടു കിടന്നിരുന്ന പ്രമോഷൻ ലഭിക്കും. പുതിയ ജോലി ലഭിക്കുവാനുള്ള യോഗമുണ്ട്. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് കുടുംബത്തിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതാണ്. അതുപോലെ സന്താന ഗുണവും പ്രതീക്ഷിക്കാം. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താവിന് മുന്നിൽ നീരാഞ്ജനം കത്തിക്കുക. എള്ളു പായസം നിവേദിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നിവ ഉൾപ്പെടുന്ന ചിങ്ങ രാശിക്കാരായ ആളുകൾക്ക് ഈയൊരു ആഴ്ച നിങ്ങളുടെ താമസ സ്ഥലം മാറുവാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, ഇഷ്ടസ്ഥാനലബ്ധി എന്നിവ പ്രതീക്ഷിക്കാം. പണച്ചെലവുണ്ടാകും. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് ജനസമ്മതി വർദ്ധിക്കുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുന്ന വാരമാണ്. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗാരിഷ്ടത ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. ഭക്ഷണസുഖം വർദ്ധിക്കും. കടങ്ങൾ ഒരു പരിധിവരെ വീട്ടി തീർക്കുവാൻ കഴിയുന്നതാണ്. സന്താനങ്ങൾക്കും ഉന്നമനം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി നിങ്ങൾക്ക് നേത്രരോഗ സാധ്യതയുണ്ട്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണ, അവൽ എന്നിവ നേദിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരിയുടെ ആദ്യ പകുതി എന്നിവ ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് തൊഴിൽ തേടുന്ന ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കും. കടബാധകൾ കുറയ്ക്കുന്നതിനും പണയം വെച്ച വസ്തുക്കൾ തിരിച്ചെടുക്കുന്നതിനും സാധിക്കുന്നതാണ്. സഹോദരങ്ങൾക്കായി പണച്ചെലവുണ്ടാകും. വ്യവഹാരങ്ങളിൽ വിജയം. സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടും. ബന്ധുജന ഗുണം വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി ഉണ്ടാകുന്നതാണ്. സ്വജനങ്ങൾക്ക് തൊഴിൽപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പ്രശ്ന പരിഹാരത്തിനായി ഈയൊരു ആഴ്ച മറ്റുള്ളവരുടെ സഹായം തേടേണ്ടിയും വരുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശിവഭജനം നടത്തുക. ശിവാഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. ശിവങ്കൽ എള്ളെണ്ണ വിളക്കിലൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്രയുടെ അവസാന പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നിവ ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു ആഴ്ച അവിചാരിതമായ യാത്രകൾ ഉണ്ടാകും. മാനസികമായ സന്തോഷം വർദ്ധിക്കുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്നതാണ്. ബിസിനസ്സിൽ പണച്ചെലവ് വർദ്ധിക്കും. ദമ്പതികൾ ഒരുമിച്ച് യാത്ര നടത്തുവാൻ കഴിയുന്നതാണ്.
തൊഴിൽ രംഗത്തുള്ള ആളുകൾക്ക് അവധിയെടുത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ആരോഗ്യപരമായ വിഷമതകൾ ശമിച്ചു കിട്ടുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും അകൽച്ച അവസാനിക്കും. അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ ഉണ്ടാകാം. സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഉത്തരവുകൾ ലഭിക്കും. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിത്യേന ഭവനത്തിൽ വിഷ്ണു ഭജനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവ ഉൾപ്പെടുന്ന വൃശ്ചിക രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ശാരീരികമായി സുഖം കുറയുന്ന കാലമാണ്. വീട്ടിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പുതിയ ജോലികളിൽ പ്രവേശിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. തൊഴിൽ സംബന്ധമായും യാത്രകൾ ഈ ആഴ്ച വർദ്ധിക്കും. ബന്ധുജന സഹായം ലഭിക്കുന്നതാണ്. തൊഴിൽപരമായി നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുജന സമാഗമം ഉണ്ടാകും. ഉദര സംബന്ധമായ വിഷമതകൾക്ക് ഔഷധ സേവ വേണ്ടിവരുന്നതാണ്. അതുപോലെ അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിത സാധ്യതയുണ്ട്. ആരോഗ്യപരമായി നിങ്ങൾ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഗുണകരമാകും. സർക്കാരിന് ചെറിയ പിഴകൾ അടയ്ക്കേണ്ടി വരും. അതുപോലെ വ്യവഹാരങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വളരെയധികം ധനനേട്ടം ഈയൊരു ആഴ്ച വന്നു ചേരുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസത്തിൽ ശ്രീകൃഷ്ണ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നിവ ഉൾപ്പെടുന്ന ധനുരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ജീവിത പങ്കാളിക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം തന്നെ അകന്നു കിട്ടുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച മാറ്റങ്ങളോ നേട്ടങ്ങളോ ഈയൊരു ആഴ്ച തൊഴിൽ മേഖലയിൽ ഉണ്ടാകില്ല. മാനസികമായ സംഘർഷം വർദ്ധിക്കും. ബന്ധുഗുണമുണ്ടാകും. യാത്രകളും വളരെയധികം വർദ്ധിക്കുന്ന ഒരു വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകും. നല്ല കാര്യങ്ങൾക്കായി ഈയൊരു ആഴ്ച പണച്ചെലവ് വന്നു ചേരും. അവിവാഹിതരുടെ വിവാഹം ഉറപ്പിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. ഭാര്യ-ഭർതൃബന്ധത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ശമിച്ചു കിട്ടും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ നല്ലൊരു തീരുമാനം പ്രതീക്ഷിക്കാം. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് നാട്ടിൽ തിരിച്ചെത്തുവാനുള്ള യോഗമുണ്ട്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പോംവഴി തെളിഞ്ഞു കിട്ടും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ്. സുഹൃത്ത് സഹായം വർദ്ധിക്കും. അതുപോലെ ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി നിങ്ങൾക്ക് ഔഷധ സേവ അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവങ്കൽ ഭസ്മ അഭിഷേകം നടത്തുക. ഒപ്പം ദേവീ ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങളാൽ അർച്ചന നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി എന്നിവ ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച സ്വകാര്യ മേഖല സ്ഥാപനങ്ങളിൽ ജോലി പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ നല്ല തീരുമാനമുണ്ടാകും. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു വാരമാണ്. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു കിട്ടും. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കുന്നതാണ്. അതുപോലെ വിവാദപരമായ കാര്യങ്ങളിൽ ഇടപെടാതെ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി കഫജന്യ രോഗങ്ങൾ പിടിപെടാൻ ഇടയുണ്ട്. അതുപോലെ മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യമുണ്ടാകാം. ദീർഘയാത്രകൾ കഴിവതും ഒഴിവാക്കുക. സാമ്പത്തികമായ ഇടപാടുകളിലും വളരെയധികം ശ്രദ്ധ പുലർത്തുക. അതുപോലെ ഈയൊരു ആഴ്ച നിങ്ങൾക്ക് പൈതൃക സ്വത്തിൻ്റെ അനുഭവ ഗുണമുണ്ടാകും. വിദ്യാഭ്യാസപരമായും ഉയർന്ന വിജയമുണ്ടാകും. തൊഴിൽപരമായും നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താഭജനം നടത്തുക. ശാസ്താവിങ്കൽ ദർശനം നടത്തി എള്ളുപായസ നിവേദ്യവും പുഷ്പാഞ്ജലിയും നടത്തിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പോരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം എന്നിവ ഉൾപ്പെടുന്ന
കുംഭ രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ചയിൽ വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കുവാൻ കഴിയുന്നതാണ്. വ്യവഹാരങ്ങളിലും നിങ്ങൾക്ക് നേട്ടം പ്രതീക്ഷിക്കാം. പരിശ്രമിച്ചാൽ എല്ലാവിധ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈയൊരു ആഴ്ച കാര്യവിജയമുണ്ടാകും. ഔദ്യോഗികപരമായി യാത്രകൾ വർദ്ധിക്കുന്നതാണ്. അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസ വാർത്തകൾ ലഭിക്കും. ദൂരയാത്രകൾ വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും ധാരണയും വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നിവ ഉൾപ്പെടുന്ന മീനരാശിക്കാരായ ആളുകൾക്ക് ഈയൊരു ആഴ്ച സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് മികച്ച ലാഭം ലഭിക്കും. ബന്ധുജന ഗുണം വർദ്ധിക്കുന്നതാണ്. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ ഈയൊരു ആഴ്ച സാധിച്ചു കിട്ടും. അപ്രതീക്ഷിതമായ ചെലവുകളും വർദ്ധിക്കുന്നതാണ്. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വാസസ്ഥാന മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഈയൊരു വാരം വളരെയധികം അനുകൂലമായ സമയമാണ്. താൽക്കാലിക ജോലിയിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ജോലി സ്ഥിരപ്പെട്ട് കിട്ടും. വിദേശ യാത്രാശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. അതുപോലെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ വളരെയധികം കഠിന ശ്രമം വേണ്ടിവരും. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ധനവരുമാനം പ്രതീക്ഷിക്കാം. അതായത് ലോട്ടറി, ചിട്ടി പോലുള്ള അപ്രതീക്ഷിത ധനാഗമം ഉണ്ടാകും. വിവാഹ കാര്യത്തിൽ ബന്ധുക്കളിൽ നിന്നും എതിർപ്പ് നേടുവാൻ സാധ്യതയുള്ള കാലം കൂടിയായതിനാൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതുപോലെ മഞ്ഞൾ ദാനം ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.